എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2026 ജനുവരി 29 ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ച കേരള ബഡ്ജറ്റിലെ ക്ഷാമബത്തയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളിലൊന്നാണ് DA സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും നിലവിലെ കുടിശ്ശികയുള്ള എല്ലാ DA/DR ഗഡുക്കളും ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ്. വിതരണ സമയം പരിശോധിച്ചാൽ ഒരു ഗഡു 2026 ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഗഡുക്കളും 2026 മാർച്ചിലെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകുന്നതാണ്. കുടിശ്ശിക തുക ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഈ ബഡ്ജറ്റ് വർഷം തന്നെ തുടങ്ങുന്നതാണ്. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനായിട്ട് 12ാം ശമ്പള പരിഷ്കാര കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇത് ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കുവാൻ സഹായിക്കുന്നതാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരിക്കുന്ന കേരളത്തിന്റെ രീതി തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പെൻഷൻ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ ഈ പദ്ധതി നിലവിൽ വരുന്നതാണ്. വിരമിച്ച ജീവനക്കാർക്ക് അവരുടെ അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് ഉറപ്പാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ DR ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നിലവിലെ NPS ഉള്ളവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ പുതിയ അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ പരിശോധിച്ചാൽ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസും ലഭിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്കുള്ള വീട് നിർമ്മാണ മുൻകൂർ തുക പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓണറേറിയത്തിലും വർധന ഉണ്ടായിരിക്കുകയാണ്. ആശമാർക്കും അങ്കണവാടി ടീച്ചർമാർക്കും പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്കണവാടി ഹെൽപ്പർമാർക്ക് 500 രൂപയും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതനത്തിൽ 25 രൂപയും വർധനവ് വരുത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA നിരക്ക് 2026 ജനുവരി 1 മുതൽ 60% ആക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള പ്രഖ്യാപനം മാർച്ച് മാസത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.